ഞാൻ പ്രൊഫസർ എ ഗോപിനാഥൻ സാന്ദീപനി സഭയിലേക്ക് സ്വാഗതം. ആദിമ ശൈവാഗമമായ തിരുമൂലരുടെ തിരുമന്ദിരത്തെക്കുറിച്ച് ഇന്ന് നടക്കുന്ന ക്ലാസ് രണ്ടാമത്തേതാണ്. ആദ്യ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ശൈവ സിദ്ധാന്തത്തിൻ്റെ ഉത്തുംഗ ശൃംഗമാണ് തിരുമന്ദിരം എന്ന്. തിരുമന്ദിരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഒരു വലിയ സംസ്കൃതിയുടെ ആരംഭം കുറിക്കുന്നു എന്നുള്ളതാണ്. ആ സംസ്കൃതി ശൈവ സിദ്ധാന്തവുമായി ഗാഢമായി ബന്ധപ്പെട്ടുള്ളതാണ്. ശൈവ സിദ്ധാന്തത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതായത് തിരുവാചകവും തിരുക്കുറളും ആദ്യമായി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഒരു വിദേശ മിഷണറിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജീവു പോപ്പ് എന്നാണ്. പോപ്പിൻ്റെ ഈ ട്രാൻസ്ലേഷനിലൂടെയാണ് തമിഴിൻ്റെ അത്യുജ്വലമായ കാവ്യ പാരമ്പര്യത്തെക്കുറിച്ച്, ആത്മീയ പാരമ്പര്യത്തെക്കുറിച്ച് ലോകം അറിയുന്നത് തന്നെ. പോപ്പ് തൻ്റെ ജീവിതകാലം അത്രയും പഠിക്കാൻ ശ്രമിച്ചത് ശൈവ സിദ്ധാന്തത്തെക്കുറിച്ചായിരുന്നു. ശൈവ സിദ്ധാന്തത്തെക്കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ഉന്നതവും പ്രാചീനതമവുമായ ഒരു സിദ്ധാന്തമാണ് ശൈവ സിദ്ധാന്തമെന്ന്. അപ്പോൾ അത്രയ്ക്ക് മഹനീയമായ ഒരു സംസ്കൃതിയുടെ ഉടമയാണ് തമിഴ് ജനത. അന്ന് തമിഴകത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു കേരളം. അതുകൊണ്ട് ഈ സംസ്കൃതി ദ്രാവിഡത്തിൻ്റെതാണ്. ഈ തരുണത്തിൽ നാം ഒരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട്. അതായത് ഹാരപ്പ, മോഹൻജദാരോ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉൾഖനനം നടത്തിയപ്പോൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ മുദ്ര എന്ന് പറയുന്നത് പശുപതി മുദ്രയാണ്. അതേപോലെ കാളകൾ, പശുക്കൾ, പുലികൾ, ആനകൾ തുടങ്ങിയവയുടെ മുദ്രകളും കണ്ടുകിട്ടിയിരുന്നു. പിന്നെ ശിവലിംഗത്തിൻ്റെ രൂപത്തിലുള്ള അനേകം ശിലകൾ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമ്മ ദൈവങ്ങളുടെ കുറേ ശില്പങ്ങൾ അവിടെ നിന്ന് കിട്ടിയിരുന്നു, ഹാരപ്പയിൽ നിന്ന്. BC 3000 തന്നെ അതിഗംഭീരമായ ഒരു സംസ്കൃതി, ആത്മീയ സംസ്കൃതി ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഈ ഹാരപ്പ മോഹൻജദാരോ സംസ്കാരം നമ്മളോട് വാചാലമായി പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ദ്രാവിഡം എന്ന പുസ്തകത്തിൽ SK ചാറ്റർജി ചില കാര്യങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. അതായത് ഹാരപ്പയിലെയും മോഹൻജദാരോയിലെയും സംസ്കാരം എന്ന് പറയുന്നത് ദ്രാവിഡ സംസ്കാരമായിരുന്നു എന്നും ആ ദ്രാവിഡ സംസ്കാരം ആദ്യമായിട്ട് ഉണ്ടാകുന്നത് തമിഴകത്താണ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. പിന്നീട് നാം ഓർക്കേണ്ട ഒരു പുസ്തകമുണ്ട്. അതായത് ഈ തിരുമുറകളെക്കുറിച്ച് പഠിച്ച, അതുപോലെ പ്രാചീന തമിഴ് ഗ്രന്ഥങ്ങളെ പറ്റി പഠിച്ച ഒരു മഹാബുദ്ധിശാലിയായ, ക്രാന്തദർശിയായ ഒരു മഹാചാര്യൻ നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് നമുക്കെല്ലാം സുപരിചിതമായ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹം തിരുമുറകളെ പറ്റി പഠിച്ചിട്ട് ഒരു പുസ്തകം തന്നെ എഴുതി. അതിൻ്റെ പേരാണ് ആദി ഭാഷ എന്നുള്ളത്. ഈ ആദി ഭാഷയിൽ അദ്ദേഹം ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. പല്ലുയിരൈ മുന്നിൻ്റെ മാതാവപ്പ എന്ന അഗസ്ത്യരുടെ വചനം ഉദ്ധരിച്ച്
ചട്ടമ്പി സ്വാമികൾ ഇങ്ങനെ പറയുന്നു: സിംഹള ദ്വീപിനരികിലുള്ള ഏതോ ഒരു സ്ഥലത്താണ് ജന്തുക്കൾ ആദ്യം ഉണ്ടായി തുടങ്ങിയത്. ആദ്യം മനുഷ്യൻ ഉണ്ടാകുന്നിടത്തായിരിക്കും ആദ്യം ഭാഷ ഉണ്ടാകുന്നത്. അങ്ങനെ ഒന്നാമതായി ഉണ്ടാകുന്ന ഭാഷ ശേഷിച്ചവിടെ മാതൃഭാഷയും ആയിരിക്കും. അപ്പോൾ സിംഹളം തുടങ്ങിയ ദക്ഷിണദേശങ്ങളിൽ ഇന്ന് പ്രചരിക്കുന്ന ഭാഷയുടെ പൂർവ്വരൂപമായ പ്രാചീന ദ്രാവിഡ ഭാഷയായിരുന്നു ലോകത്തിലെ ആദ്യ ഭാഷയെന്നും അതുതന്നെയാണ് മറ്റെല്ലാ ഭാഷകളുടെയും ജനേത്രി എന്നും നമുക്ക് അനുമാനിക്കാം എന്നാണ് അദ്ദേഹം ആദ്യ ഭാഷയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ ഭാഷാശാസ്ത്രജ്ഞന്മാരും അതേപോലെ ഗവേഷകന്മാരും ഒന്നും ചട്ടമ്പി സ്വാമികളുടെ ഈ തിരുവചനങ്ങളെ വേണ്ടത്ര ശ്രദ്ധിക്കുകയുണ്ടായില്ല. അദ്ദേഹം പിന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട്: സംസ്കൃതം മുതലായ പരിഷ്കൃത ഭാഷകളുടെ മൂലമാണ് പഴയ ദ്രാവിഡ ഭാഷയായ ആദി തമിഴ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ചോള മണ്ഡലം എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ശ്രീലങ്കയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ആദിമ ജനവിഭാഗം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ആദിമ ജനവിഭാഗങ്ങൾ ലോകത്തിൽ ആദ്യമായിട്ടുണ്ടായത് ശ്രീലങ്കയുടെ പടിഞ്ഞാറൻ തീരത്ത്, നിന്ന് കടലെടുത്ത് പോയി ആ ഭാഗത്താണെന്നാണ് ചട്ടമ്പി സ്വാമികൾ പറയുന്നത്. അവരുടെ ഭാഷ, അതും ശിശുസഹജമായ ഒരു ഭാഷയായിരുന്നു മൂലദ്രാവിഡ ഭാഷ എന്നാണ് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും ശ്രേഷ്ഠമായ ഒരു സംസ്കൃതിയുടെ ഉടമകളാണ് നമ്മൾ. പിന്നെ അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട വേറെ ചില കാര്യങ്ങളും കൂടിയുണ്ട്. ശൈവസിദ്ധാന്തത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ശൈവസിദ്ധാന്തം എങ്ങനെയാണ് പ്രചരിച്ചത് എന്ന് നോക്കാം. ശൈവസിദ്ധാന്തത്തിൻ്റെ പ്രചാരണം എന്ന് പറയുന്നത് ഗുരുപരമ്പര വഴിയാണ്. നമുക്ക് ഇന്ന് കിട്ടിയുള്ള ഏറ്റവും പ്രാചീനമായ കൃതികൾ അഗസ്ത്യരുടെ കൃതികളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരുമൂലരുടെ കൃതികൾ കിട്ടിയിട്ടുണ്ട്, തിരുമൂലരുടെ തിരുമന്ദിരം. അത് കഴിഞ്ഞിട്ട് ഭോഗരുടെ കൃതികൾ കിട്ടിയിട്ടുണ്ട്. ഈ ഭോഗർ കേരളീയനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കേരളത്തിന് ഈ സംസ്കൃതിയുമായിട്ട് അതിഗാഢ ബന്ധമുണ്ട്. ഈ ഗാഠബന്ധത്തിൻ്റെ വ്യക്തമായ തെളിവ് നമുക്ക് മനസ്സിലാകുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമായിട്ട് കേരളത്തിൽ ഒരു വലിയ സാംസ്കാരിക വിപ്ലവം നടക്കുന്നുണ്ട്. ആ വിപ്ലവത്തിൻ്റെയൊക്കെ ആചാര്യൻ എന്ന് പറയുന്നത് തൈക്കാട്ട് അയ്യാസ്വാമികളാണ്. തൈക്കാട്ട് അയ്യാസ്വാമികൾ തിരുവിതാംകൂർ റെസിഡൻസിയുടെ മാനേജറായിട്ടാണ് നിയമിതൻ ആകുന്നത്. അങ്ങനെ ആ നിയമിതനായ അദ്ദേഹം പിന്നീട് തൈക്കാട്ട് താമസമാക്കി, അതോടെ തൈക്കാട്ട് അയ്യാസ്വാമികൾ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇദ്ദേഹം ശരിക്കും ഒരു യോഗിവര്യനായിരുന്നു. ഈ യോഗിവര്യൻ ആ കാലഘട്ടത്തിൽ പേട്ടയിൽ രാമൻപിള്ള ആശാൻ എന്ന് പറഞ്ഞ ഒരു മഹാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്രചാകര സഭ എന്ന് പറഞ്ഞൊരു സഭയുണ്ടായിരുന്നു. ആ സഭയുമായി ബന്ധപ്പെട്ട് തൈക്കാട്ട് അയ്യാസ്വാമികൾ പ്രസംഗങ്ങൾ, ക്ലാസ്സുകൾ എടുത്തിരുന്നു. ആ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ കുഞ്ഞൻപിള്ള എന്ന ചട്ടമ്പി സ്വാമികളായിരുന്നു. അങ്ങനെ തൈക്കാട്ടയ്യാവും ചട്ടമ്പി സ്വാമികളുമായി അതിഗാഢ ബന്ധത്തിലേർപ്പെട്ടു. ഈ സമയത്താണ് ചട്ടമ്പി സ്വാമികൾ വഴി ശ്രീനാരായണ ഗുരുവും തൈക്കാട്ടയ്യാവുമായി ബന്ധപ്പെടുന്നത്. പല യോഗവിദ്യകളും യോഗാഭ്യാസത്തിൻ്റെ പല നിഗൂഢ തലങ്ങളും അവർ പഠിച്ചത് തൈക്കാട്ട് അയ്യാസ്വാമികളിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടു പേരുടെയും ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു മഹാനാണ് അയ്യാസ്വാമികൾ.
അയ്യസ്വാമികളെ സംബന്ധിച്ചിടത്തോളം തിരുമന്ദിരം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിരുന്നു. അതിൽ ഒരു മന്ത്രത്തിൽ ഒൻറേ കുലമും ഒരുവനെ തേവനും എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇത് തന്നെയാണ് തൻ്റെ ഹൃദയമന്ത്രമായി തൈക്കാട്ട് അയ്യാസ്വാമികൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്നും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും ഈ ദർശനം തന്നെ തൻ്റെ ജീവമന്ത്രമാക്കി സ്വീകരിച്ചു എന്ന് കാണാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ മൂലം തിരുമന്ദിരത്തിലെ ഒൻറേ കുലമും ഒരുവനെ തേവനും എന്ന മന്ത്രമാണ്. അപ്പോൾ ഇത്രയ്ക്ക് പ്രാധാന്യമർഹിക്കുന്ന ഒരു സാംസ്കാരിക വിപ്ലവത്തിൻ്റെ ആത്മീയ ചൈതന്യമായി നിന്നത്, ഞാൻ പറഞ്ഞു ഇത് പറയാൻ വേണ്ടിയിട്ടാണ്, ഈ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ കേന്ദ്രസ്ഥാനമായി നിന്നത് തൈക്കാട്ട് അയ്യാസ്വാമികളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അതോടൊപ്പം തന്നെ ശൈവ ദർശനങ്ങളുമായിരുന്നു. ശൈവ ദർശനം സത്യത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ എല്ലാവരെയും ഒന്നിച്ച് കാണുന്ന ഒരു വലിയ സംസ്കൃതിയായിരുന്നു. അവിടെ ജാതി തിരിവോ മറ്റു തരത്തിലുള്ള തരംതിരിവുകളോ ഒന്നുമില്ല. ജീവൻ ആയ മനുഷ്യരെല്ലാം, ജീവൻ്റെ അടിസ്ഥാനമായി നിലനിൽക്കുന്ന ഈ മനുഷ്യരെല്ലാം തന്നെ ഒന്നാണ് എന്നും ആ ഒന്ന് തന്നെയാണ് എല്ലാം എന്നും അവർ സ്ഥാപിച്ചു. ഈ ദർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സാംസ്കാരിക വിപ്ലവം നടന്നത്. പക്ഷേ ആത്മീയമായ ഈ ശൈവ ദർശനത്തെ നാം വേണ്ടത്ര മനസ്സിലാക്കുന്ന കാര്യത്തിൽ മറന്നു പോവുകയാണ് ഉണ്ടായത് എന്ന് തോന്നുന്നു. നമുക്ക് വീണ്ടും ശൈവ സിദ്ധാന്തത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഗുരുപരമ്പര വഴിയായിട്ടാണ് ഈ ശൈവ ദർശനങ്ങൾ തമിഴകത്തും അതിൻ്റെ ഭാഗമായ കേരളത്തിലും പ്രചരിച്ചിരുന്നത്. അഗസ്ത്യര്, പിന്നെ തിരുമൂലര്, പിന്നെ ഭോഗർ തുടങ്ങിയ ഒരു പരമ്പര തന്നെ ഈ ദക്ഷിണ ദേശത്തുണ്ടായിരുന്നു. ആ പരമ്പര ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ആ പരമ്പര ഇന്ത്യ മൊത്തത്തിൽ, ഒരുപക്ഷെ ലോകം മുഴുവനും ആ പരമ്പര സഞ്ചരിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം തൊട്ടടുത്ത രാജസ്ഥാനിലും ഗുജറാത്തിലുമൊക്കെ ശൈവവുമായി ബന്ധപ്പെട്ട പാശുപതം വളരെ വികസിച്ച ഒരു ദർശനമാണ്. പാശുപതത്തിൻ്റെ മൂലം എന്ന് പറയുന്നത് ശൈവ സിദ്ധാന്തമാണ്. അതേപോലെ തന്നെ കാശ്മീരിലെ പ്രത്യഭിജ്ഞ, അത് ഈ ശൈവ സിദ്ധാന്തത്തിൽ നിന്ന് അതിൻ്റെ ഒരു ചിനപ്പാണെന്ന് പറയാം. അപ്പോൾ എല്ലാത്തിൻ്റെയും മൂലം ശൈവ ദർശനമായ ഈ ദർശനങ്ങൾ തന്നെയായിരുന്നു ലോകത്തിലെ മറ്റെല്ലാ ഭാഷകളിലും മറ്റെല്ലാ സംസ്കൃതികളുടെയും നാരായ വേര് എന്ന് പറയുന്നത് ശൈവദർശനമായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. ശൈവ ദർശനത്തിൻ്റെ ശൈവ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് മുപ്പൊരുളാണ്. പശു, പതി, പാശം. ഈ മൂന്നുമാണ്, മുപ്പൊരുളാണ് ശൈവ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന ഘടകം. പശു എന്ന് പറയുന്നത്, ആദ്യകാലത്ത് ഹാരപ്പ സംസ്കാരത്തിൽ പശു എന്ന് പറഞ്ഞാൽ ജന്തുക്കൾ എന്നായിരുന്നു അർത്ഥം. ജന്തുക്കളെ മാത്രമേ പശുക്കളെന്ന് ആദ്യം വിളിച്ചിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് പശുക്കൾക്ക് ജീവനുള്ള എല്ലാ വസ്തുക്കളെയും, ജീവനുള്ള എല്ലാത്തിനെയും പശുക്കൾ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ മനുഷ്യരും പശുക്കളായിരുന്നു. പശു എന്ന് വെച്ചാൽ ജീവൻ എന്നാണ് അർത്ഥം. ഉയിര്, തമിഴിൽ പറഞ്ഞാൽ ഉയിര്. ഈ ഉയിരുള്ളവരാണ് പശുക്കൾ. അതേപോലെ തന്നെ അവരെ പതിയിൽ നിന്ന് വേർപെടുത്തുന്നത് പാശമാണ്. പാശത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ 3 മലങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് വിശദീകരിക്കാം. പതി എന്ന് പറയുന്നത് ഏകമാണ്, ശിവമാണ്. ശൈവം എന്ന പേര് വരുന്നത് ശിവത്തെ സംബന്ധിച്ചത് ഏതോ അതാണ് ശൈവം. ശിവൻ എന്ന് പറയുന്നത് ഏകമാണ്. ആദിയും അന്തവുമില്ലാത്ത പരമ്പൊരുളിനെയാണ്
ശിവം അഥവാ ശിവൻ എന്ന് പറയുന്നത്. ശിവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹമാണ്. തിരുമൂലരും അതുപോലെ മറ്റെല്ലാ കവികളും പാടുന്നത് അൻപേ ശിവം എന്നാണ്. പരിശുദ്ധ സ്നേഹമാണ് ശിവൻ. ഈ പരിശുദ്ധ സ്നേഹത്തിൻ്റെ ഗാനം പിൽക്കാലത്ത് നമ്മുടെ നാട്ടിലാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ വളരെ ആധുനിക കാലത്ത് ഏറെ ഉയർന്നു പൊങ്ങിയിരുന്നു. അതിൽ ഒരാളാണ് ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ കുമാരനാശാനും. കുമാരനാശാൻ്റെ കവിതകളുടെ എല്ലാം അടിസ്ഥാന ഘടകം ഈ ശൈവ ദർശനമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ശൈവ സിദ്ധാന്തമാണ്. ഇപ്പം നളിനി എന്ന കവിത പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ പറ്റും. അതിൽ 2 തരം സന്യാസ വിഭാഗങ്ങളെ പറ്റി നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒന്ന് വൻതൊണ്ടർ എന്നും മെൻതൊണ്ടർ എന്നും 2 സന്യാസ വിഭാഗങ്ങൾ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ സമയം ഏറെക്കുറെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശൈവ സിദ്ധാന്തത്തിൻ്റെ പശു, പാശം, പതി എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി ഉള്ളിലേക്ക് കടന്ന് ചിന്തിക്കാം. ഇപ്പോൾ ഇത്രയും. നമസ്കാരം.